കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ മൂവാറ്റുപുഴയിൽ CPI പ്രതിഷേധം. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറുകൾക്ക് തികരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPI സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ മാർച്ച് നടത്തി. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാടി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ MLA എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി, പ്രധാനമന്ത്രി സ്കൂൾ റൈസിംഗ് ഇന്ത്യ എന്ന ഈ പദ്ധതി പരിപൂർണമായി ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഓഫീസുകളിലേക്ക് ഈ നിലയ്ക്കുള്ള ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ സമരത്തിൻ്റെ പ്രാധാന്യം ചുരുക്കം വാചകങ്ങളിൽ അടിവരയിട്ട് VK സുരേഷ് ഇവിടെ പ്രതിപാദിച്ചു. നമുക്കറിയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ച നാടാണ്. ലോകത്തിന് മുൻപിൽ കേരളീയ വിദ്യാഭ്യാസ മേഖല തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തി വരുന്നത്. RSSന്റെ അജണ്ട നടപ്പാക്കുകയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കും എന്ന നിലയ്ക്കുള്ള പ്രതീതി ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് കേരളീയ വിദ്യാഭ്യാസ മേഖല ആർജിച്ചെടുത്ത സർവ്വവിധ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ബോധപൂർവമായ ശ്രമം കേന്ദ്രം നടത്തുമ്പോൾ ആ പദ്ധതി നടപ്പാക്കാൻ ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDFന്റെ ഗവൺമെന്റ് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ സമരം. CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ EK സുരേഷ്, VM തമ്പി, KK ശ്രീശാന്ത്, CM ഇബ്രാഹിം കരീം, KE ഷാജി, വിൻസൺ ഇല്ലിക്കൽ, ഗോവിന്ദസ് കുന്നുംപുറം, KS നന്ദന എന്നിവർ പ്രസംഗിച്ചു. KB നിസാർ, PV ജോയ്, NA ബാബു, ഷബീർ തച്ചേത്ത്, KA ജയ, MV സുഭാഷ്, MK അജി, CJ ബാബു, ബിനോയ് മാത്യു എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.